ഹായ് ഓൾ, ദിസ് ഈസ് മീര. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹൈസ്കൂൾ മാത്സ് PSC. നമ്മൾ CBSE 10ാം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സ് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ, സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫസ്റ്റ് സെക്ഷൻ അതിലെ 11 തൊട്ട് 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ കേസ് ബേസ് ക്വസ്റ്റ്യൻസ് അതുപോലെ 1 to 10 ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോസിന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കാൻ, നിങ്ങളുടെ ഫ്രണ്ട്സിനെ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലെ 11th വൺ. ഇഫ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 23/25 ദെൻ എ ഈസ് റാഷണൽ, ഇറാഷണൽ, ഹോൾ നമ്പർ, ഇൻറ്റീജർ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? എ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട് 23/25. അപ്പം എ എന്ന് പറയുന്ന നമ്പർ ഇതിൽ നിന്ന് എങ്ങനെ കണ്ടെത്താൻ പറ്റും? എ സ്ക്വയർ 23/25 ആണെങ്കിൽ എ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 23/√25 ആണ്. അതായത് √23/√25 ആണ്. ഇനി 25 എന്ന് പറയുന്ന നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് നമുക്കറിയാലോ. 25ൻ്റെ സ്ക്വയർ റൂട്ട് 5 ആണ്. 5ൻ്റെ സ്ക്വയർ ആണ് 25. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്ന് പറഞ്ഞാൽ 5 ആണ്. ഇനി 23 എന്ന് പറഞ്ഞൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല, അതുകൊണ്ട് അതിനെ നമ്മൾ റൂട്ടിൽ തന്നെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ നമ്പർ എ. പിന്നെ ഇത് ചോദിച്ചിരിക്കുന്നത്, ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇത് റാഷണൽ നമ്പറാണോ, ഇറാഷണൽ ആണോ, ഹോൾ നമ്പർ ആണോ, ഇൻറ്റീജർ ആണോ എന്നാണ്. ഹോൾ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0, 1, 2, 3 തുടങ്ങുന്ന നമ്പറാണ്. ഇൻറ്റീജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1, -2 ഉണ്ട്, 0 ഉണ്ട്, 1, 2, 3 ഉണ്ട്. എന്തായാലും ഹോൾ നമ്പറും അല്ല ഇൻറ്റീജറും അല്ല ഈ വന്നിരിക്കുന്ന നമ്പർ. ഈ റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? P/Q ഫോമിൽ എഴുതാവുന്ന നമ്പേഴ്സിനെയാണ് റാഷണൽ നമ്പർ എന്ന് പറയുന്നത്. പക്ഷേ അതിന് കണ്ടീഷൻ ഉണ്ട്. P/Q ഫോമിൽ എഴുതുമ്പം Pയും Q എന്തായിരിക്കണം? ഇൻറ്റീജിയേഴ്സ് ആയിരിക്കണം എന്നുണ്ട്. ഇവിടെ ഇൻറ്റീജിയേഴ്സ് ആണോ? അല്ല. √3 എന്ന് റൂട്ട് ഓഫ് 23 എന്ന് പറയുന്നത് ഇറാഷണൽ നമ്പറാണ്. അപ്പം റാഷണലും അല്ല, ഇവിടുത്തെ ആൻസർ എന്താണ്? ഇറാഷണൽ നമ്പറാണ്. അല്ലെങ്കിൽ തന്നെ ഇറാഷണൽ നമ്പറിനെ ഒരു റാഷണൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുക ഇറാഷണൽ നമ്പറാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് LCM ഓഫ് x and 18 ഈസ് 36 and HCF ഈസ് 2, then x ഈസ് 2, 3, 4, 5. ദീസ് ആർ ദ ഓപ്ഷൻസ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് നമ്പേഴ്സ് ഉണ്ട്, എക്സും 18ഉം. ഈ രണ്ട് നമ്പേഴ്സിൻ്റെയും LCM തന്നിട്ടുണ്ട് 36 തന്നിട്ടുണ്ട്, ഇതിൻ്റെ HCF തന്നിട്ടുണ്ട് 2. അപ്പോൾ ഇതിൻ്റെ നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ്? രണ്ട് നമ്പേഴ്സിൻ്റെ LCM × HCF എന്ന് പറയുന്നത് ഈ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റിനോട് ഈക്വൽ ആണ്. അതായത് x × 18. ആ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റിനോട് ഈക്വൽ ആണ് അതിൻ്റെ LCMഉം HCFഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. LCM എത്രയാണ്? 36. HCF എത്രയാണ് തന്നിരിക്കുന്നത്? 2. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്താൽ പോരെ. 18 × 2 ആണ് 36. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ത് വന്നു? 2 2s are 4 ആണ്. x ഈസ് ഈക്വൽ ടു 4. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ, ഇൻ ട്രയാങ്കിൾ ABC റൈറ്റ് ആംഗിൾ at B, if tan A equal to √3 then cos A cos E minus sin A sin C equal to dash. -1, 0, 1, √3/2 ഇവയാണ് ഓപ്ഷൻസ്. അപ്പോൾ ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ട്രയാങ്കിൾ വരച്ചു. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അതിൻ്റെ റൈറ്റ് ആംഗിളിൻ്റെ എവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? ബിയിലാണ്. സോ ട്രയാങ്കിൾ ABCയുടെ റൈറ്റ് ആംഗിൾ 90 ഡിഗ്രി എന്ന് പറയുന്നത് ബിയിലാണ്. ഓക്കെ, ഇനി ഇവിടെ പറയുന്നത് tan A. അപ്പോൾ tan A ഇതാണ് ആംഗിൾ എ, ഇത് ആംഗിൾ സി. ഓക്കെ, tan A ഈക്വൽ ടു √3. √3 മീൻസ് √3/1. അപ്പം tan A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. അപ്പോൾ ഇതാണ് ട്രയാങ്കിൾ, ഇതിൻ്റെ ആംഗിൾ എ, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് തന്നിരിക്കുന്ന √3. ഇനി അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഹൈപ്പോട്ടനീസ് അല്ലാതെ എയുടെ അഡ്ജസൻറ്റ് സൈഡാണ് പറയുന്നത്, അത് 1. അപ്പോൾ ഇവിടെ നോക്കിയേ, 1 √3 ആണെങ്കിൽ ഈ ഒരു സൈഡ് നമുക്ക് പൈതഗോറസ് തിയറം വെച്ച് കാണാൻ മേലേ. അതായത് പൈതഗോറസ് തിയറം വെച്ച് ഈ ഒരു ഹൈപ്പോട്ടനീസ് കാണാൻ വേണ്ടി ആദ്യം 1ൻ്റെ സ്ക്വയർ 1 പ്ലസ് √3യുടെ സ്ക്വയർ എത്ര വരും? √3 × √3 വരും. √9 ആണ്. √9 എന്ന് പറയുന്നത് 3 വരും. അപ്പോൾ √3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 വന്നു. 3 + 1 4 ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് പറഞ്ഞാൽ 2 അല്ലേ. അപ്പോൾ ഇവിടെ 2 വന്നു. അപ്പോൾ നമുക്ക് പൈതഗോറസ് തിയറം യൂസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ സൈഡുകളെല്ലാം ലഭിച്ചു. ഇനി നോക്കിയേ, നമുക്ക് വാല്യൂസ് എല്ലാം കൊടുക്കാൻ മേലെ. ഫസ്റ്റ് കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനീസ് ആണ്. കോസ് എയുടെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഈ 1 വരും. അപ്പം 1 ഹൈപ്പോട്ടനീസ് എന്താണ്? 2 വന്നു. ഇൻറ്റു ഇനി കോസ് സി ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത സൈൻ എ നോക്കാം. സൈൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ എയുടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനീസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് √3 ആണ്. √3/2 വന്നു. ഇനി നമുക്ക് സിയുടെ കേസ് നോക്കാം. അപ്പോൾ സി എന്ന് പറയുന്ന ആംഗിൾ ഇതാണ്.
കോസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിയുടെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് √3 ആണ്. √3 ബൈ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 2 വന്നു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഇനി അടുത്തത് സൈൻ എ ആയിരുന്നു, ഇനി സൈൻ സി വേണ്ടേ. അപ്പോൾ ഈ ഒരു സിയുടെ ഓപ്പോസിറ്റ് സൈഡ് 1 ആണ്. 1 ബൈ ഹൈപ്പോട്ടന്യൂസ് 2 വന്നു. അപ്പോൾ ഇവിടെ നോക്കിയേ, √3 × 1 √3 വന്നു, 2 2s are 4 വന്നു, മൈനസ് √3 × 1 √3 വന്നു, 2 2s are 4 വന്നു. രണ്ടും ഈക്വൽ അല്ലേ, ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ 0 ആയിരിക്കും. ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇഫ് ദ ആംഗിൾസ് ഓഫ് ട്രയാംഗിൾ ABC are in the ratio 1:1:2 respectively largest angle C, then the value of CK by cosec B minus tan A by cot B equal to 0, 1/2, 1 √3/2. ഇവയാണ് ഓപ്ഷൻസ്. ഇവിടെ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് വരുമ്പോൾ ഓർക്കണം, ട്രയാംഗിൾ എന്തായിരിക്കും? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിരിക്കും. അതായത് ഒരു ആംഗിൾ 90 ഡിഗ്രി. ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ ഏറ്റവും വലിയ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു 90 ഡിഗ്രി ഈ ആംഗിളാണ്. ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് ലാർജസ്റ്റ് ആംഗിൾ സിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എയും ഇത് ബിയും കൊടുക്കാം. ഇനി ഈ ആംഗിൾസിൻ്റെ റേഷ്യോ ആണ് തന്നിരിക്കുന്നത് 1:1:2 1:1:2 എന്ന്. ഇതിലെ വലുത് ഏതാണ്? 2. അപ്പോൾ ഇതിലെ വലിയ ആംഗിൾ ഏതാണ്? ഈ 90 ഡിഗ്രി. അപ്പോൾ ഈ റേഷ്യോ 2 എന്നുള്ള റേഷ്യോ ഇവിടെ വരും. ഇവിടെ 1 വന്നു, ഇവിടെ 1 വന്നു. അപ്പോൾ 1:1:2 2ൻ്റെ സ്ഥാനത്തെ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. അപ്പോൾ ഇനി നമുക്ക് ഈ 1:1:2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് സ്ഥലത്തുള്ള ആംഗിൾ ഈക്വൽ ആണെന്നാണ് അർത്ഥം. അപ്പം നമുക്ക് ഒരു രീതി കണ്ടെത്താവുന്ന എന്താണ്? ഈ 2 റേഷ്യോയുടെ സ്ഥാനത്താണ് 90 വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 1ഉം 1ഉം വരണമെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്നത് 90യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 45 കിട്ടും. അപ്പോൾ ഇവിടെയും 45 ഇവിടെയും 45 കൊടുത്തു. ഇനി ഒരു ട്രയാംഗിളിലെ 3 ആംഗിളോട് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടേണ്ടത്? 180 ഡിഗ്രി. 45 + 45 90 ആണ്. 90 + 90 180. ഈ രീതിയിൽ ഈസി ആയിട്ട് കണ്ടെത്താം. അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത്, ഇവിടെ ഇപ്പം നമ്മൾ ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അതായത് അതിനെ x എന്ന് എടുത്തു. 1x 2x ഈ രീതിയിലാണ് വന്നിരിക്കുന്നത്. 1x ആണ് ഇവിടുത്തെ ആംഗിൾ 1x, ഇവിടുത്തെ 2x. ഈ 2x എന്ന് പറയുന്നതാണ് 90 ഡിഗ്രി. ഇനി നോക്കുക, ഇവിടെ ഇനി 1x + 1x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x പ്ലസ് ഇത് നമുക്കറിയാലോ വാല്യൂ 90 കൊടുത്തു. ഇതിൽ നിന്ന് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടെത്തുക. ഫസ്റ്റ് എന്താണ്? ഈ +90 ഇങ്ങോട്ട് വരുമ്പോൾ -90 ആയി, +90 മാറി. അപ്പോൾ 180 നിന്ന് 90 മൈനസ് ചെയ്താൽ 90 വന്നു. അപ്പോൾ ഇവിടെ 2x ആണ്. 2x = 90 ആണെങ്കിൽ x കാണാൻ വേണ്ടി 2 കൊണ്ട് കട്ട് ചെയ്യുക, 45. അപ്പോൾ എന്തായാലും നമുക്കിവിടെ വാല്യൂ കിട്ടിയത് എന്താണ്? ഇത് 45 ഡിഗ്രി, ഇത് 45 ഡിഗ്രി. ഇനി നമുക്ക് വാല്യൂസ് നോക്കിയാൽ പോരെ? തന്നിരിക്കുന്ന ഈ ട്രിഗ്നോമെട്രിക് റേഷ്യോസിൻ്റെ വാല്യൂ ഇവിടെ എയും ബിയും ആണ് പറഞ്ഞത്. സിയുടെ കാര്യം പറഞ്ഞിട്ടില്ല. എല്ലാം എന്താണ്? 45. സീക്ക് 45 എന്താണ്? √2 ബൈ കൊസീക് 45 എന്താണ്? √2 മൈനസ് ടാൻ 45 എന്താണ്? 1. കോട്ട് 45 എന്താണ്? 1. ഇത് തമ്മിൽ കട്ട് ചെയ്യുമ്പോഴത്തേക്കും 1 വന്നു, ഇത് തമ്മിൽ കട്ട് ചെയ്യുമ്പോൾ 1 വന്നു. 1ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 0 ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഫിഫ്ത്ത് വൺ, ദ നമ്പർ ഓഫ് റിവല്യൂഷൻസ് മെയ്ഡ് ബൈ എ സർക്കുലർ വീൽ ഓഫ് റേഡിയസ് 0.7 മീറ്റർ ഇൻ റോളിംഗ് എ ഡിസ്റ്റൻസ് ഓഫ് 176 meter is 22, 24, 75, 40. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എത്രമാത്രം റെവല്യൂഷൻസ് വേണം ഒരു സർക്കുലർ വീലിന്. അതായത് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 176 മീറ്റർ ആണ്. അപ്പോൾ ഒരു സർക്കുലർ വീൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ എടുക്കാം. ഈ ഒരു സർക്കുലർ വീല് ഇതിങ്ങനെ റോൾ ചെയ്ത് വരാനായിട്ട് ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യാനായിട്ട് എത്ര റെവല്യൂഷൻസ് വേണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഓർക്കുക, ഈ ഒരു പോയിന്റിൽ നിന്ന്, ഈ ഒരു സർക്കിളിൻ്റെ ഈ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതിങ്ങനെ കറങ്ങി ഇവിടെ വന്നു. ഇവിടെ വരുമ്പോഴത്തേക്കും ഇത് നേരെ തിരിച്ച് ആ ഒരു പൊസിഷൻ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു പൊസിഷനിൽ വന്നു. അപ്പോൾ ഈ ഒരു സർക്കിളിൻ്റെ ടോട്ടൽ ആ ഒരു ഡിസ്റ്റൻസ്, ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഈ കറങ്ങി വന്നിരിക്കുന്ന ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിൻ്റെ സർക്കംഫറൻസ് ആണ്. സർക്കംഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2πr ആണ് ഇക്വേഷൻ എന്നറിയാം. അപ്പോൾ ഈ ഒരു സർക്കംഫറൻസ് ഇവിടെ വന്നു, പിന്നീട് വീണ്ടും അത്രയും തന്നെ സർക്കംഫറൻസ് വന്നു. അപ്പോൾ ആ ഒരു ചുറ്റളവാണ് പല പ്രാവശ്യമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നത്. ഇതിങ്ങനെ റോൾ ചെയ്യുമ്പം റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ടോട്ടൽ 176 സെൻറ്റിമീറ്ററാണ് ഇത് ഡിസ്റ്റൻസ് കവർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് എത്ര പ്രാവശ്യം ഇതിങ്ങനെ കറങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ ഓഫ് റെവല്യൂഷൻസ് എന്ന് പറയുന്നത് ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ഈ സർക്കംഫറൻസ് ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. ടോട്ടൽ ഡിസ്റ്റൻസ് തന്നിരിക്കുന്നത് എത്രയാണ്? 176 മീറ്റർ ഡിവൈഡഡ് ബൈ സർക്കംഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2πr ആണ് ഇക്വേഷൻ എന്ന് പറഞ്ഞു. പൈയുടെ വാല്യൂ എന്താണ്? 22/7 ആണ്. ഇനി ഇവിടെ തന്നിരിക്കുന്ന റേഡിയസ് എന്താണ്? 0.7 ആണ്. ഇവിടെ നോക്കിയാൽ 176 ഡിവൈഡഡ് ബൈ, പിന്നീട് ഒരു ഫ്രാക്ഷൻ വരുമ്പോൾ ഈ താഴെ വരുന്നത് 7 എവിടെ വരും? ഇതിൻ്റെ മുകളിലോട്ട് വരും. ഇവിടെ 7 കൊടുത്തു.
ഇനി ഇവിടെ ഈ ഒരു 0.7നെ പോയിന്റ് മാറ്റാൻ വേണ്ടി നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം നമുക്ക് ഡിനോമിനേറ്റർ മാത്രമല്ല ന്യൂമറേറ്ററിന് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ഈ 0 യൂസ് ചെയ്യുമ്പോൾ ഈ പോയിന്റ് മാറി ഇവിടെ ഈ ഒരു 10 വന്നു. അപ്പം ഇങ്ങനെ വന്നിരിക്കുവാണ്. 7 7 ക്യാൻസൽ ചെയ്തു. 11 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 11 × 2 ആണ് 22 വന്നിരിക്കുന്നത്. 11 × 16 ആണ് 176. കാരണം 1 6 എഴുതി 6 + 1 7 മിഡിൽ എഴുതി. ആ രീതിയിൽ വേഗത്തിൽ കണ്ടെത്താം. 2 2s are 4 ആണ്. 4 × 4 ആണ് 16 വരിക. അപ്പോൾ 4 × 10 40 റെവല്യൂഷൻസ് ആണ് ഇവിടെ ആവശ്യം വരിക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 6th one, triangle ABC is such that AB equal to 3 cm, BC is equal to 2 cm, CA is equal to 2.5 cm. If triangle ABC is similar triangle DEF and EF is equal to 4 cm, then perimeter of DEF is. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, 2 ട്രയാങ്കിൾസ് ഉണ്ട്. ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ ഡി എഫും. നോക്കുക, ABC ട്രയാങ്കിൾ DEF, 2 ട്രയാങ്കിൾ. ഇനി ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ് നോക്കാം. AB 3 cm തന്നിട്ടുണ്ട്, BC 2 cm, CA 2.5 cm. ഇനി ഈ DEFൻ്റെ കേസിൽ തന്നിരിക്കുന്നത് EF എന്ന് പറയുന്നത് 4 cm തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ തന്നിരിക്കുന്ന കാര്യം ട്രയാങ്കിൾ ABC സിമിലർ ആണ് എന്തോ ട്രയാങ്കിൾ DEF ആയിട്ട്. അപ്പം 2 ട്രയാങ്കിൾസ് സിമിലർ ആണെങ്കിൽ അവയുടെ സൈഡ്സും അതിൻ്റെ സൈഡ്സും ഈക്വൽ ആയിരിക്കും. റേഷ്യോ ഓഫ് സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഇത് യൂസ് ചെയ്തുകൊണ്ട്, അപ്പോൾ 2 ട്രയാങ്കിൾസ് സിമിലർ ആണെങ്കിൽ അതിൻ്റെ റേഷ്യോ ഓഫ് സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് വെച്ചുകൊണ്ട്, ആ ഒരു പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് നമുക്ക് ഈ സൈഡ്സ് കണ്ടെത്തിയിട്ട് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുറ്റുമുള്ള അളവ് കണ്ടെത്തണം. അപ്പോൾ എങ്ങനെ നമുക്ക് ഇതിൻ്റെ റേഷ്യോ സൈഡ്സ് കണ്ടെത്താൻ പറ്റും? ഇവിടെ നോക്കുക, ABDE. അപ്പോൾ നമുക്കിവിടെ എഴുതാൻ പറ്റും AB/DE ഈക്വൽ ടു, അടുത്തതിന് എന്താ, BCEF, BC/EF. നെക്സ്റ്റ് ഇനി എന്താണ്, AC/, ഇവിടുത്തെ DF. ഇനി തന്നിരിക്കുന്ന വാല്യൂസ് നോക്കിയേ. AB എന്ന് പറയുന്നത് 3 ആണ്. D എന്താണ് തന്നിരിക്കുന്നത്? D നമുക്കറിയത്തില്ല. അപ്പോൾ ഇവിടെ DE കൊടുത്തു. ഇനി BC എന്താണ് തന്നിരിക്കുന്നത്? 2 വന്നു. EF നമുക്ക് 4 തന്നിട്ടുണ്ട്. ഇനി AC തന്നിരിക്കുന്നത് 2.5 ആണ്. DF അറിയത്തില്ല. അപ്പം നമുക്ക് ഫസ്റ്റ് എന്താണ്, ഇത് വെച്ചുകൊണ്ട് ഈ ഡിയുടെ വാല്യൂ കണ്ടെത്താം. ഇവിടെ എന്താ ചെയ്യുക, ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. 3 × 4 ഈസ് ഈക്വൽ ടു 2 × DE. ഇവിടെ 2 2s are 4 ആണ്. 3 2s are 6 വന്നു. ഡിയുടെ വാല്യൂ നമുക്ക് 6 എന്ന് കിട്ടി. അപ്പോൾ ഫസ്റ്റ് വാല്യൂ നമുക്ക് കിട്ടിയല്ലോ, ഫസ്റ്റ് സൈഡ് കിട്ടി. ഇനി സെക്കൻഡ് എങ്ങനെ കണ്ടെത്താം? നമുക്ക് ഈ 2 ഇക്വേഷൻസ് ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 2 × DF ഈസ് ഈക്വൽ ടു 4 × 2.5 വന്നു. 2 2s are 4 വന്നു. 2.5 × 2 2.5ൻ്റെ ചോയ്സ് എന്ന് പറയുന്നത് 5 ആണ്. ഇവിടെ നമുക്ക് 5 എന്ന് കിട്ടി. ഇനി നമുക്ക് പെരിമീറ്റർ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇവയെല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. 6 + 4 10, 10 + 5 15 വന്നു. അപ്പോൾ പെരിമീറ്റർ നമുക്ക് കിട്ടി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 7th one, in the figure, if DE parallel BC, AD equal to 3 cm, BD equal to 4 cm, BC is equal to 14 cm, then DE equals 7 6 4 3. ഇവയാണ് ഓപ്ഷൻസ്. അപ്പം നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ തന്നിരിക്കുന്നത് DE പാരലൽ BC എന്ന് തന്നിട്ടുണ്ട്. DE BCക്ക് പാരലൽ തന്നിട്ടുണ്ട്. ഇനി AD എത്രയും തന്നിട്ടുണ്ട്? AD 3 cm. പിന്നെ തന്നിരിക്കുന്നത് BD ഇത്രയും വാല്യൂ ആണ്. BDയുടെ വാല്യൂ 4 cm തന്നിട്ടുണ്ട്. അടുത്തത് BC തന്നിട്ടുണ്ട് 14 cm. അപ്പോൾ ഇവിടെ ഇനി ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഈ DEയുടെ വാല്യൂ ആണ് ചോദിക്കുന്നത്. അപ്പം നമുക്കിവിടെയുള്ള ഈ ഒരു ട്രയാങ്കിളും ഈ ഒരു വലിയ ട്രയാങ്കിളും, അതായത് ഇവിടെ നോക്കുക, ട്രയാങ്കിൾ ABCയും ട്രയാങ്കിൾ ADEയും ട്രയാങ്കിൾ ADEയും ഈ 2 ട്രയാങ്കിളും സിമിലർ ആണെന്ന് തെളിയിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യാമല്ലോ. റേഷ്യോ സൈഡ്സ് ഈക്വൽ അല്ലേ? അപ്പം നമുക്കിവിടെ കണ്ടെത്തേണ്ട എന്താണ്? ഈ ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് തെളിയിക്കണം. അത് ഈസിയാണ്. നോക്കിയേ, ഈ 2 ട്രയാങ്കിളും കോമൺ ആയിട്ടില്ലേ? ആംഗിൾ A ഇവിടെയുണ്ട്, ആംഗിൾ A ഇവിടെയുണ്ട്. അപ്പം ഇവിടെ ആംഗിൾ A രണ്ടിടത്തും ഉണ്ട്, ഈക്വൽ ആണ്. ഇനി നോക്കുക, ഈ 2 ലൈൻസും പാരലലാണ്. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലേ ഇത്? 2 ലൈൻസും പാരലലാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ D. കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പം ബൈ AA തിയറം നമുക്ക് പറയാൻ പറ്റും ട്രയാങ്കിൾ ABC സിമിലർ ട്രയാങ്കിൾ ADE. ഇത് മനസ്സിലായല്ലോ ഫസ്റ്റ് ചെയ്തത്? AA തിയറം വെച്ച് നമുക്കിത് സിമിലർ ആണെന്ന് പറയാം. അപ്പോൾ ഇത് സിമിലർ ആണെങ്കിൽ നമുക്കിനി സൈഡ്സിൻ്റെ റേഷ്യോസ് ഈക്വൽ അല്ലേ?
അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ ഒരു ട്രയാങ്കിളിൻ്റെ കേസിൽ തന്നിരിക്കുന്ന വാല്യൂസ് ഇവിടെയല്ലേ. അപ്പോൾ ഇവിടുത്തെ ഈ സൈഡ് നോക്കി, ഈ ഒരു ചെറിയ ട്രയാങ്കിളിലെ AD, ഈ ചെറിയ ട്രയാങ്കിളിലെ AD എടുത്തു. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു വലിയ ട്രയാങ്കിൾ ഏതാണ് വരിക? AB. അപ്പം AD ബൈ AB ഈക്വൽ ടു കണ്ടെത്തേണ്ട എന്താണ്? DE ആണ്. അപ്പോൾ ഈ ഒരു ചെറിയ ട്രയാങ്കിളിലെ DE വന്നു, DE ബൈ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വലിയ ട്രയാങ്കിൾ ഏതാണ്? BC. ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ADയുടെ വാല്യൂ 3 ആണ്. AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 + 3 7 വന്നു. ഡിയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്, DE. ഇനി BC തന്നിരിക്കുന്നത് 14 ആണ്. ഇനി ഇതെങ്ങനെയാണ്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? 3 × 14 ഈക്വൽ ടു DE × 7. 7 2s are 14 ആണ്, 3 2s are 6 ആണ്. ഡിയുടെ വാല്യൂ എന്ത് കിട്ടി? 6. ഓപ്ഷൻ B ആണ് ആൻസർ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ 4 tan beta equal to 3, then 4 sin beta minus 3 cos beta divided by 4 sin beta plus 3 cos beta. 0, 1/3, 2/3, 3/4 ഇവയാണ് ഓപ്ഷൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് നോക്കിയേ, 4 tan beta equal to 3. അപ്പം tan beta എന്ത് വരും? ഈ 4 ഇവിടെ താഴെ വരും, ഈ രീതി വരും. ഇനി ഇവിടെ MCQ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്കൊരു സിമ്പിളായിട്ടൊരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. tan beta എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൈൻ ബീറ്റ ബൈ കോസ് ബീറ്റ അല്ലേ? സൈൻ ബീറ്റ ബൈ കോസ് ബീറ്റ ആണ് ടാൻ ബീറ്റ. അപ്പോൾ സൈൻ ബീറ്റയുടെ വാല്യൂ 3യും കോസ് ബീറ്റയുടെ വാല്യൂ എന്താണ്? 4. ഈ രീതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. 4 × സൈൻ ബീറ്റ എന്ന് പറയുമ്പോഴത്തേക്കും 3 കൊടുത്തു, മൈനസ് 3 × കോസ് ബീറ്റയുടെ വാല്യൂ എന്താണ്? 4 ഡിവൈഡഡ് ബൈ 4 × സൈൻ ബീറ്റയുടെ വാല്യൂ 3 കൊടുത്തു, മൈനസ് ഇവിടെ 3 × കോസ് ബീറ്റയുടെ വാല്യൂ 4 കൊടുത്തു. 4 3s are 12 മൈനസ് 4 3s are 12 ഡിവൈഡഡ് ബൈ ഇവിടെ എന്ത് വരും? 12, സോറി ഇവിടെ പ്ലസ് ആണ്, ഇവിടെ പ്ലസ് ആയിരുന്നു. 12 + 12, 12 - 12 0 വന്നു. 0 ബൈ എന്ത് വന്നാലും എന്താണ്? ഇവിടെ 24, എന്ത് വന്നാലും എന്താണ്? 0 തന്നെ വരും. ഓപ്ഷൻ A ആണ് ആൻസർ. അപ്പം ഇത് MCQ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താലും നമുക്ക് കുഴപ്പമില്ല. അപ്പം ഇനി ഇതല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് പറയാം. നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയ വാല്യൂ എന്താണ്? tan ബീറ്റ ഈക്വൽ ടു ഈ 4 ഇങ്ങോട്ട് വന്ന് 3/4 എന്നറിയാം. ഇവിടെ ഈ തന്നിരിക്കുന്ന ഈ ഇക്വേഷനിൽ നിന്ന് കോസ് ബീറ്റ രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ കോസ് ബീറ്റ പുറത്തെടുത്ത് കഴിയുമ്പം ഫസ്റ്റ് ഞാൻ ഈ ന്യൂമറേറ്ററിൻ്റെ കേസാണ് പറയുന്നത്. ഇവിടെ 4 ഉണ്ട്. ഇവിടെ നോക്കൂ, ഇത് സൈൻ ബീറ്റ ബൈ കോസ് ബീറ്റ. ഇവിടെ ഇപ്പം 4 സൈൻ ബീറ്റ ബൈ കോസ് ബീറ്റ ആണെന്ന് വിചാരിക്കുക. ഈ ഒരു കോസ് ബീറ്റ പുറത്തെടുക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ പറയുന്നത്. ഇങ്ങനെ വന്നാലല്ലേ ഇത് ക്യാൻസൽ ചെയ്ത് ഈ ഒരു ടേം ആകത്തുള്ളൂ, 4 സൈൻ ബീറ്റ ആകത്തുള്ളൂ. ഒരു കോസ് ബീറ്റ പുറത്തെടുക്കുമ്പോൾ ഈ ഒരു ടേമിനുണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് 4 സൈൻ ബീറ്റ ബൈ കോസ് ബീറ്റ ആകും. മൈനസ് ഇവിടെ നിന്ന് ഈ ഒരു കോസ് ബീറ്റ പുറത്തെടുത്ത് കഴിഞ്ഞാൽ 3 മാത്രം. ഇതാണ് ന്യൂമറേറ്ററിൽ നിന്ന്. ഇനി ഡിനോമിനേറ്ററിൽ നിന്നും കോസ് ബീറ്റ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? 4 സൈൻ ബീറ്റ ബൈ കോസ് ബീറ്റ മൈനസ് പ്ലസ് കോസ് ബീറ്റ എടുത്തു കഴിഞ്ഞാൽ 3 വന്നു. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നോക്കുക, രണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കോസ് ബീറ്റ ഉണ്ടെന്ന് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി ഇനി 4 × സൈൻ ബീറ്റ ബൈ കോസ് ബീറ്റ എന്ന് പറയുന്നത് ടാൻ ബീറ്റ അല്ലേ, അതിൻ്റെ വാല്യൂ നമുക്കറിയാമല്ലോ, 3/4 കൊടുത്തു, മൈനസ് 3. ഇനി താഴെ എന്ത് വരും? 4 × സൈൻ ബീറ്റ ബൈ കോസ് ബീറ്റ ടാൻ ബീറ്റ ആണ്, അതിൻ്റെ വാല്യൂ 3/4 വന്നു, പ്ലസ് 3. 4ഉം 4ഉം ഇവിടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 3 - 3 എന്ത് വരും? 0/3 + 3 എന്ത് വരും? 6 വന്നു. അപ്പം മുകളിൽ 0 ആണെങ്കിൽ എന്തായാലും വാല്യൂ എന്താണ്? 0 ആണ്. ഓപ്ഷൻ A ആണ് ആൻസർ. 9ാമത്തെ ക്വസ്റ്റ്യൻ, വൺ ഇക്വേഷൻ ഓഫ് എ പെയർ ഓഫ് ഡിപ്പെൻഡൻറ്റ് ലീനിയർ ഇക്വേഷൻസ് ഈസ് -5x + 7y = 2. ദ സെക്കൻഡ് ഇക്വേഷൻ ക്യാൻ ബി. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം, ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട് -5x + 7y = 2 തന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മറ്റൊരു ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ കണ്ടെത്തണം. ഇവ തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഡിപ്പെൻഡൻറ്റ് ലീനിയർ ഇക്വേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പെയർ ഓഫ് ഡിപ്പെൻഡൻറ്റ് ലീനിയർ ഇക്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോയിൻസൈഡ് ചെയ്യുന്ന രണ്ട് ലൈൻസ് ആയിരിക്കും ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ. അപ്പം കോയിൻസൈഡിങ് ലൈൻസ് ആണെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്താണ്? a1/a2 = b1/b2 = c1/c2. അപ്പോൾ ഫസ്റ്റ് പെയർ ഓഫ് ഡിപ്പെൻഡൻറ്റ് ലീനിയർ ഇക്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോയിൻസൈഡിങ് അല്ലെങ്കിൽ ഓവർലാപ്പിംഗ് ലൈൻസ് ആണെന്ന് മനസ്സിലാക്കുക. അതിൻ്റെ കണ്ടീഷൻ ഏതാണെന്ന് ഓർത്തെടുക്കുക. അപ്പോൾ ഇവിടെ a1 a2 എന്ന് പറയുന്നത് എന്താണ്? തന്നിരിക്കുന്ന ഇക്വേഷനിലെ എക്സിൻ്റെ കോഎഫിഷ്യൻ, b1 b2 വൈയുടെ കോഎഫിഷ്യൻ, കോൺസ്റ്റൻറ്റ് ടേംസ് ആണ് c1 c2. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏത് ഇക്വേഷനാണെന്ന് നോക്കണം. അപ്പം ഒരു മെത്തേഡ് എന്താണ്? നമുക്ക് ഈ സിമ്പിൾ വെച്ച് നോക്കാം. അതായത് ഇവിടെ ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് മൈനസ് ആണ്, എക്സിൻ്റെ ടേം.
അപ്പോൾ ആ രണ്ട് ഇക്വേഷൻ നോക്കിയേ, ഇവിടെയും ഇവിടെയും മൈനസ് ഉണ്ട്. അപ്പോൾ എന്താണ്, വൈയുടേത് പ്ലസ് വരണം. ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ തന്നെ ഈ ഇക്വേഷൻ അല്ലെന്ന് മനസ്സിലായി. ഇനി നോക്കിയേ, ഇവിടെ മൈനസ് ആണ്, ഇവിടെ പ്ലസ് ആണ്, ഇവിടെ പ്ലസ് ആണ്. ഇത് ഈക്വലിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലാണ്. ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഈ ഇക്വേഷനെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? -5x + 7y, ഈ +2 ഇങ്ങോട്ട് വരുമ്പോൾ ഇത് -2y = 0 എന്ന് വന്നു. ഈ രീതിയിൽ എഴുതാമല്ലോ. അപ്പം നോക്കിയേ, ഇവിടെ മൈനസ് ആണ്, ഇവിടെ പ്ലസ് ആണ്, ഇവിടെ എന്തായിരുന്നു വരേണ്ടത്? മൈനസ് ആയിരുന്നു. ഇതുമല്ല. ഇനി അടുത്ത നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ നോക്കാം. അതായത് എക്സിൻ്റെത് ഇനിയുള്ള രണ്ട് ഇക്വേഷനിലും എന്താണ്? എക്സ് പോസിറ്റീവാണ്. അപ്പോൾ എക്സ് പോസിറ്റീവ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാം നമുക്ക് ഈ സൈഡിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ 0 വന്നു. ഈ -5x ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ്? +5x വന്നു. ഈ +7y ഇവിടെ വരുമ്പോൾ എന്താണ്? -7y വന്നു. ഈ -2 ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ്? +2 വന്നു. ഇനി ഈ രീതിയിലാണോ നോക്കാം. അതായത് ഫസ്റ്റ് പോസിറ്റീവ് രണ്ടിടത്തും ഉണ്ട്. അടുത്ത എന്താണ് വേണ്ടത്? നെഗറ്റീവാണ്. നെഗറ്റീവ് ഇവിടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പം നമുക്ക് ഈ ഒരു രീതി കണ്ടെത്താം. ഇനി നമുക്ക് ഈ ഒരു കണ്ടീഷനോടെ നോക്കാം. ഞാൻ നോക്കുക, ഇവിടെ വന്നിരിക്കുന്ന 5x, അതായത് നമുക്കിനി തന്നിരുന്ന ആദ്യത്തെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഒരു ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാം. അതായത് ഇപ്പം നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? ഇവിടെ 10x - 14y = -4. ഇനി a1/a2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? -5/10 വന്നു. b1/b2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 7/-14 വന്നു. c1/c2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2/-4 എന്ന് വന്നു. ഇവിടെ 5 2s are 10 വന്നു, മൈനസും പ്ലസും -1/2 വന്നു. ഇവിടെ 7 2s are 14 വന്നു, മൈനസും പ്ലസും -1/2 വന്നു. ഇവിടെ 2 2s are 4 ആണ്, അപ്പം 1/2 വന്നു, മൈനസും പ്ലസും മൈനസ് വന്നു. എല്ലാം ഈക്വൽ ആയില്ലേ? അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. Question number 20. A letter of English alphabet is chosen at random. What is the probability that it is a letter of the word mathematics? 4/13, 9/26, 5/13, 11/26 ഇവയാണ് ഓപ്ഷൻസ്. പ്രോബിലിറ്റി ആണ്. പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫേവറബിൾ ഔട്ട്കംസ് ബൈ പോസിബിൾ ഔട്ട്കംസ് ആണ്. ഇവിടെ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ നിന്ന് ഒരു ലെറ്റർ എടുക്കുവാണ്. ഇംഗ്ലീഷ് ആൽഫബറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A തൊട്ട് Z വരെയാണ്. ടോട്ടൽ എത്രയാണ്? 26 ലെറ്റേഴ്സ് അല്ലേ ഉള്ളത്. അപ്പം പോസിബിൾ ഔട്ട്കംസ് എത്രയാണ്? 26 വന്നു. ഇനി നമുക്ക് വേണ്ടത് ഫേവറബിൾ ഔട്ട്കംസ് ആണ്. അതായത് ഇവിടെ നമുക്ക് എന്താണ്? ഇതിൽ നിന്ന് ഒരെണ്ണം നമ്മൾ ചൂസ് ചെയ്യുവാണ്. ഈ ചൂസ് ചെയ്യുന്ന ലെറ്റർ ഈ മാത്തമാറ്റിക്സ് എന്നുള്ള ഈ ഒരു വേർഡിലെ ഒരു ലെറ്റർ ആകുന്നതിന് ഉള്ള പ്രോബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മാത്തമാറ്റിക്സ് എന്നുള്ളതിനകത്ത് റിപ്പീറ്റ് ചെയ്യുന്ന പല ലെറ്റേഴ്സ് ഉണ്ട്. അത് നമുക്ക് വേണ്ട. മാത്തമാറ്റിക്സിലെ ലെറ്റേഴ്സ് ഏതെല്ലാമാണ് നമ്മൾ കണ്ടെത്താൻ പോവാണ്. എം എടുത്തു, എം ഉണ്ട്. പിന്നീട് A 2 പ്രാവശ്യം ഉണ്ട്, അതിൽ നിന്ന് ഒരു A എടുത്തു. പിന്നെ T ഉണ്ട്, T വന്നു. H, ദെൻ E, CS, C, I, ഒരു I കൂടെ ഉണ്ടല്ലോ, സോറി, I, CS. ഇത്രയാണുള്ളത്. 1 2 3 4 5 6 7 8 8 ലെറ്റേഴ്സ് വരാനുള്ള പ്രോബിലിറ്റി ആണുള്ളത് 8/26. അപ്പോൾ 8/26 ഉണ്ട്, ഓപ്ഷൻ ഇല്ല. അപ്പം നമുക്ക് വീണ്ടും ഇത് കട്ട് ചെയ്യാമല്ലോ. 4 × 2 ആണ് 8 വരിക. ഇവിടെ എത്ര വരും? 13 വരും. 4/13 ആണ് പ്രോബിലിറ്റി. ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 26 എല്ലാവർക്കും കിട്ടി ഇംഗ്ലീഷ് ആൽഫബറ്റ് ലെറ്റർ. അതിൽ നിന്ന് ഒരു ലെറ്റർ എടുക്കുമ്പം 2 പ്രാവശ്യം ഇത് കൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇതിനകത്തുനിന്ന് 2 പ്രാവശ്യം അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്നത് മാറ്റിയുള്ള എത്ര നമ്പർ ആണെന്നുള്ളതാണ് മുകളിൽ വരേണ്ടത്. ഓപ്ഷൻ